Hey everybody, welcome to JD's Garage. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. സാധാരണ നമ്മുടെ ചാനലിലെല്ലാം യു വിൽ സി ഓൾ ഷൈനി കാർസ്, റിസ്റ്റോർഡ് കാർസ് ആൻഡ് പെർഫെക്റ്റ്ലി മെയിൻറ്റെയിൻ കാർസ്. പക്ഷേ എന്നാൽ ഇന്നത്തെ വീഡിയോ ഇസ് കംപ്ലീറ്റ്ലി ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു ഒക്ടാവിയ കോമ്പിനെ പറ്റിയിട്ട്, വിച്ച് വി സ്പോട്ടഡ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. അപ്പോൾ അത് റിസ്റ്റോർ ചെയ്യണോ, ഇറ്റ് വാസ് ഗോയിങ് ടു ബി സ്ക്രാപ്ഡ്, അപ്പോൾ അത് സ്ക്രാപ്പ് ചെയ്യണോ റിസ്റ്റോർ ചെയ്യണോ എന്ന് ചോദിച്ചൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഭയങ്കര ഒരു ഓവർവെൽമിങ് റെസ്പോൺസ് ഉണ്ടായിരുന്നു ഈ വണ്ടി റിസ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വി ഹാവ് എംബാർക്ക്ഡ് ഓൺ ദാറ്റ് പ്രോജക്റ്റ്. അപ്പോൾ വി എന്ന് പറയുമ്പോൾ ബേസിക്കലി ഈ വണ്ടി കണ്ട ഒരു സിനാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഷിക്ക് ഞാനും കൂടെ നമ്മൾ വേറൊരു എറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്കോഡയിൽ പോയതാണ്. സോ ബേസിക്കലി വി വർ ഗോയിങ് ഇൻ എ സ്കോഡ ടു സി അനദർ സ്കോഡ. എറ്റി ടേൺഡ് ഔട്ട് ടു ബി ക്വൈറ്റ് ബാഡ്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് റോട്ടിൽ ഒരു സ്ക്രാപ്പിംഗ് വെയിറ്റ് ചെയ്ത് ഒരു ഒക്ടാവിയ കോമ്പി നിൽക്കുന്ന കണ്ടായിരുന്നു. ആൻഡ് വി ഡിസൈഡഡ് ഓക്കെ ഒന്ന് പോയി സംസാരിച്ച് നോക്കാം. അങ്ങനെ പോയി സംസാരിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പണി കഴിഞ്ഞു വണ്ടിയുടെ. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ ടു ദ ഗ്രേറ്റ് സ്ക്രാപ്പ് യാർഡ് ഇൻ ദ സ്കൈ വെരി സൂൺ. അങ്ങനെ വിചാരിച്ചു ഓക്കെ, വൈ നോട്ട് വി ട്രൈ ടു ബ്രീത്ത് സം ലൈഫ് ഇൻ ടു ദിസ് കാർ ആൻഡ് ഇഫ് ദി ഓഡിയൻസ് വാണ്ട്സ് ടു സീ ഇറ്റ്, നമുക്കത് ഒരു ചാനൽ ബിൽഡാക്കി ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ എന്തായാലും താങ്ക്സ് ടു ഓൾ യുവർ എൻകറേജ്മെൻറ്റ്, ദ പ്രോജക്റ്റ് ഇസ് ഓൺ ആൻഡ് ദ കോമ്പി ഈസ് കമ്മിങ് ബാക്ക് ടു ലൈഫ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് കഥ പറയുകയാണെങ്കിൽ, ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഇറ്റ് മീൻസ് ടു ബേസിക്കലി റിസ്റ്റോർ എ 90s ഓർ 2000s കാർ. ബിക്കോസ് ഒരു വിൻറ്റേജ് കാർ റിസ്റ്റോർ ചെയ്യുന്നതിന് ഭയങ്കര ഡിഫറൻ്റ് ആണ് ഒരു 2000s കാർ റിസ്റ്റോർ ചെയ്യുന്നത്. യു ഹാവ് മോഡേൺ ട്രിംസ്, യു ഹാവ് ഇലക്ട്രോണിക്സ് ആൻഡ് നോട്ട് വെരി അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് വേർ കമ്പ്യൂട്ടറിൽ എല്ലാ കാര്യവും പറയും, അത് പറയില്ല. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേജ് ബിറ്റ്വീൻ റിസ്റ്റോറിങ് എ ക്ലാസിക് കാർ ആൻഡ് ഒരു ഫുള്ളി മോഡേൺ കാർ. അപ്പോൾ വി തോട്ട് ഇറ്റ് വുഡ് ബി ആൻ ഇൻട്രസ്റ്റിംഗ് സീരീസ് ടു കിക്ക് ഓഫ്. ഈ ഒരു സീരീസിൽ ഓഡിയൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടെ ഭയങ്കര ആവശ്യമാണ്. കാര്യം എന്ത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളത് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നും വെച്ചിട്ടില്ല. ഇറ്റ് ക്യാൻ ബി എ റെസ്റ്റോ മോഡ്, ഇറ്റ് ക്യാൻ ബി എൻ ഒറിജിനൽ കാർ, ഇറ്റ് ക്യാൻ ബി എ സ്ട്രിപ്ഡ് ഔട്ട് ബിൽഡ്, എൻജിൻ സ്വാപ്പ്, 4x4, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യം ദ ഒക്ടാവിയ പ്ലാറ്റ്ഫോം അതിന് സൂട്ടബിളാണ്. ഇറ്റ് ഈസ് എ വെരി വേഴ്സറ്റൈൽ പ്ലാറ്റ്ഫോം. കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ എൻജിൻ ഓപ്ഷൻസ്, ഡ്രൈവ് ട്രെയിൻ ഓപ്ഷൻസ്, കുറേ സാധനങ്ങൾ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലെറ്റ് us exploit that and see what we can do in this series. അപ്പോൾ എല്ലാവരുടെയും ഒരു കോൺസ്റ്റൻറ്റ് ഫീഡ്ബാക്കും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് കിക്ക് ഇറ്റ് ഓഫ്. വണ്ടി ഒന്ന് കാണാം. സോ ഈ ഒരു സീരീസിൻ്റെ വേറൊരു പേർപ്പസും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് ലൈക്ക് എല്ലാവരും എപ്പോഴും പറയും ഓക്കെ നിങ്ങൾക്ക് എപ്പോഴും വണ്ടികൾ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് ഈ വണ്ടികൾ ലീവ് സം കാർസ് ഫോർ us എന്നൊക്കെ ഞാൻ കമൻറ്റ് കാണാറുണ്ട്. സോ ദിസ് ഈസ് ബേസിക്കലി ടു അഡ്രസ് ഓൾ ഓഫ് ദാറ്റ്. ദിസ് കാർ കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് റോഡിൻ്റെ സൈഡിൽ കിടക്കുമായിരുന്നു. മെയിൻ ഹൈവേയിലാണ്. എനിബഡി കുഡ് ഹാവ് ഗോട്ട് ഇറ്റ്. ഈ കാർ ആര് നിർത്തി ചോദിച്ചിരുന്നെങ്കിലും കിട്ടിയാനെ, ആർക്ക് വേണമെങ്കിലും സേവ് ചെയ്യായിരുന്നു ഓർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ ആരും ചെയ്തില്ല. നമ്മളാണ് കയറി ചെന്ന് ചോദിച്ചത്, കാണാം, സംസാരിക്കാം, മേടിക്കാം എന്നുള്ള മട്ടിലെത്തിയത്. ആൻഡ് ഇറ്റ് വാസ് ഓൾ ഡൺ വെരി ക്വിക്ക്ലി. നമ്മൾ ബേസിക്കലി വി വർ ഡ്രൈവിംഗ് പാസ്റ്റ്. ആഷിഖ് പറഞ്ഞത് അവിടെ ഒരു കോമ്പി കിടക്കണമുണ്ടോ എന്ന് ചോദിച്ചു. കോമ്പി കണ്ടു, നേരെ പോയി സംസാരിച്ചു, എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആ ഒരു സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കണേ. അപ്പോൾ ദ കോർ തിങ് ഓഫ് ദിസ് പ്രോജക്റ്റ് ഇസ് ദാറ്റ് ദീസ് കാർസ് ആർ സ്റ്റിൽ ഔട്ട് ദെയർ, യു ക്യാൻ സ്റ്റിൽ ഫൈൻഡ് ദെം. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ ലുക്ക് അറൗണ്ട് ആൻഡ് ഐ എം ഷുവർ യു വിൽ ഫൈൻഡ് ഇറ്റ്. അപ്പോൾ എന്തായാലും കമ്മിങ് ടു ദിസ് കാർ, ഇത് ബേസിക്കലി ഒരു 2006 ഒക്ടേവിയ മാർക്ക് 1 കോമ്പിയാണ്. ഇപ്പോൾ കുറച്ച് പേരിക്കെങ്കിലും അറിയാം, ഞാനൊരു ഓൾമോസ്റ്റ് ഇയറായിട്ട് ഒരു മാർക്ക് 1 ഒക്ടേവിയ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. വെരി നൈസ് കാർ ആൻഡ് ഐ എം അബ്സല്യൂട്ട്ലി ഇൻ ലവ് വിത്ത് ഇറ്റ്. അപ്പോഴാണ് നമുക്ക് ഈ 1.9 TDI കുറിച്ചും ഈ VAG ട്യൂണിങ്ങിനെ കുറിച്ച് കൂടുതലും ഞാൻ പഠിച്ച് വന്നത്. ദ CRDI ഇസ് എവറിബഡി ഈസ് ഡൂയിങ്, പക്ഷേ അത് ഈ ഓൾഡർ കാർസ് അധികം പേര് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ആഷിക്ക് ഞാൻ സംസാരിച്ചത് ബേസിക്കലി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യാം. ചിലപ്പോൾ ചീറ്റിപ്പോവും, ചിലപ്പോൾ നന്നാവും. അപ്പോൾ അതെന്താണെങ്കിലും ഈ ഇതിൻ്റെ കറണ്ട് ഫേറ്റിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും നമ്മളിതിലോട്ട് എന്ത് ചെയ്താലും.
അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 2006 ഒക്ടേവിയ കോംബി 2 വേർഷൻസിലാണ് കോംബി വന്നിരുന്നത്. കോംബി ഈസ് ബേസിക്കലി സ്കോഡ സ്പീക്ക് ഫോർ ദ സ്റ്റേഷൻ വാഗൺ വേർഷൻ ഓഫ് ഓൾ ദ കാർസ്. നമുക്ക് സെഡാനാണ് കൂടുതലും വന്നിട്ടുള്ളത്. കുറച്ച് കാലം RS പെട്രോളിലും LNK ദ ഫുൾ ഓപ്ഷൻ ഡീസലിലും കോംബി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. RS പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, യു ഹാവ് ദി RS കിറ്റ് ആൻഡ് എവറിത്തിങ്. ഈ വണ്ടിക്ക് അതല്ല, ഒരു ലക്ഷറി സ്പെക്കിലാണ് ഈ വണ്ടി ഇറക്കിയത്. സോ ഇറ്റ് ഗോട്ട് എ ലോട്ട് ഓഫ് ഗുഡീസ് കമ്പയർഡ് ടു മൈ കാർ വിച്ച് ഇസ് എ റൈഡർ ട്രിം. ഇതിനകത്ത് ലെതർ സീറ്റ്സ്, വുഡൻ ഇൻറ്റീരിയേഴ്സ്, ക്രൂസ് കൺട്രോൾ, ക്ലൈമറ്റ് കൺട്രോൾ, അങ്ങനെ ദ വർക്ക്, സൺറൂഫ്, സെൽഫ് ലെവലിംഗ് സെനോൺ ഹെഡ്ലൈറ്റ് വാഷേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതിനകത്തുണ്ട്. മിക്കവാറും ഒന്നും വർക്ക് ചെയ്യുമെന്ന് തോന്നണില്ല. ഇതൊരു കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് പർച്ചേസാണ്. വി ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ റൺ, വി ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ സ്റ്റാർട്ട് ആയാൽ രക്ഷപ്പെട്ടു, സ്റ്റാർട്ടായില്ലെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്ട്രീം മോഡ്സിലോട്ട് പോകേണ്ടി വരും തുടക്കത്തിൽ തന്നെ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓയിൽസൊക്കെ ബേസിക്കായിട്ട് ചെക്ക് ചെയ്യുക, കൂളൻ്റ് നോക്കി, ഓയിലുണ്ട്, കൂളൻ്റ് ഉണ്ട്, അതിൽ കൂടുതലൊന്നും ഇപ്പോൾ ചെക്ക് ചെയ്യാനില്ല. വണ്ടിയിൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലെറ്റ്സ് പുട്ട് ഇൻ എ ന്യൂ ബാറ്ററി ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. LNK ആയതുകൊണ്ട് ഇറ്റ് ഗോട്ട് ദ ഫാൻസിയർ ഫ്ലിപ്പ് കീ. എന്തോ ഒരു റിലേക്ക് കിടന്ന് അടിക്കണ്ട അതിനകത്ത് ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ തന്നെ. ഹോപ്പ്ഫുള്ളി പെട്രോൾ വണ്ടി അല്ലാത്തതുകൊണ്ട് കത്തിപ്പോയില്ല എന്നൊരു വിശ്വാസമുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ദ ഫെമിലിയർ ഒക്ടേവിയ ബിങ്സ് ആൻഡ് ബോങ്സ്. നമുക്കൊരു 2 പ്രാവശ്യം ഒന്ന് ഹീറ്റ് ചെയ്യാം. കാര്യം കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമായി. മൊമെന്റ് ഓഫ് ട്രൂത്ത്. It starts. കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ട്സ്, ഇറ്റ് ഐഡിൽസ്. അത്യാവശ്യം മോർണിംഗ് ലൈറ്റുകളുണ്ട്, ABSൻ്റെ ലൈറ്റ് ഉണ്ട്, എയർ ബാഗിൻ്റെ ലൈറ്റ് ഉണ്ട്, ഒരു ഗ്ലോ പ്ലഗ് കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. LNK ആയതുകൊണ്ട് തന്നെ വളരെ ഫാൻസി മാക്സി ഡോട്ട് ഡിസ്പ്ലേ ഉണ്ട് ഇതിനകത്ത്. ഒന്നും കാണുന്നില്ല, അപ്പോൾ എന്താവും അറിയില്ല. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്, ഐ ഡോണ്ട് നോ. But 1,90,000 kilometers. Idles perfectly. My God. Smoke ഇല്ല. There's no smoke. സ്മോക്ക് ഇല്ലാത്ത പോലെ തന്നെ ബ്രേക്കും ഇല്ല. ബ്രേക്ക് പെടലാത്തോട്ട് പോകുന്നുണ്ട്. സോ ഐ തിങ്ക് മാസ്റ്റർ സിലിണ്ടർ ഷോർട്ട്. ക്ലച്ച് ഉണ്ടോ? ക്ലച്ച് ഉണ്ട്. ഓക്കെ, അതാണ് ഇരുന്ന് ബ്ലിങ്ക് ചെയ്യുന്നത്. Okay, that's not supposed to blink. Door open warning ആണ്. It's supposed to be steady, പക്ഷേ it's blinking and there's some relay in this. എന്താ ഇലക്ട്രോണിക്സ് ഇതിനകത്ത് ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയില്ല. ക്ലച്ച് ഉണ്ട്. And it goes. Moves. ബ്രേക്ക് ഇല്ല. പാർക്കിംഗ് സെൻസർ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. So yeah, it works. സൺറൂഫ് വർക്ക് ചെയ്യുമോ നോക്കാം. സൺറൂഫ് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് സ്വിച്ച് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കൈയൊന്നും മേളിലേക്ക് പൊക്കേണ്ട ആവശ്യമില്ല. സൺറൂഫിന് എന്തോ സംഭവിച്ചു. ഇറ്റ് വർക്ക്സ്. യെസ്, തിരിച്ചു പോയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ തീർന്നു. പോകുന്നില്ല കേട്ടോ ഗൈസ്. പെട്ടു എന്നാ തോന്നുന്നേ. പെട്ടു. ഓക്കെ, പ്രോബ്ലം 1. സൺറൂഫ് തുറന്നിരിക്കുകയാണ്. ഇനി അത് എന്താണെന്ന് അറിയില്ല. ബട്ട് എനിവേസ്, കാർ റൺസ്, കാർ വർക്ക്സ്. ബാക്കിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ലൈറ്റൊന്നും മുറിക്കണതായിട്ട് തോന്നണില്ല. ലൈറ്റൊക്കെ ഇവിടെ ഇൻഡിക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് എനിത്തിങ് ഇസ് വർക്കിംഗ്. ക്ലൈമറ്റ് കൺട്രോൾ ഫാൻ വരുന്നു തോന്നുന്നു. ഫാനുണ്ട്. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടേൺ ഇറ്റ് ഓൺ. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ അപ്ഡേറ്റ്. സീം ഗുഡ്. ദ കാർ സ്റ്റാർട്ട്സ്. ബ്രേക്സ് ഇല്ലാന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൻഡ് കോസ്മെറ്റിക്കലി നോക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യണം. പെയിൻറ്റ് ഇസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഔട്ട്. സിൽവർ കളർ. ബേസിക്കലി കുറച്ച് കളേഴ്സിൽ LNK വന്നിട്ടുണ്ടായിരുന്നു. വൈൽ RS had 4 colors, LNK had more colors on the diesel കോംബി. ഒരു സിൽവർ ഉണ്ടായിരുന്നു, മെറൂൺ, ഒരു ഡാർക്ക് ഗ്രീൻ, ബ്ലാക്ക്, അങ്ങനെ ഒരു 3-4 കളേഴ്സ് സിൽവർ. ആൻഡ് എക്സ്റ്റീരിയർ കളർ അനുസരിച്ച് ഇൻറ്റീരിയർ കളറും മാറുമായിരുന്നു ഈ വണ്ടി. താങ്ക്ഫുള്ളി വി ഗോട്ട് ദ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ്.
അപ്പോൾ എന്തായാലും കൊള്ളാം. ബോഡി ലൈൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഈ സൈഡിൽ ഇവിടെ ചെറിയൊരു ഡെൻറ്റ് ഉണ്ട്. ബട്ട് അതർ ദൻ ദാറ്റ് ഇറ്റ് സീംസ് പ്രിറ്റി ഫൈൻ. OEM LNKൻ്റെ വീൽസാണ് കിടക്കുന്നത്. സെൻറ്റർ ക്യാപ്സ് ആർ മിസ്സിങ് ആൻഡ് യു ക്യാൻ ഹിയർ ദ ഫെമിലിയർ TDI അതിൻ്റെ ക്ലാ 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 വെച്ച കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ. സീംസ് ഫൈൻ. $190,000 kilometers, a year of being abandoned and first crank it starts. ഓക്കെ, പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് ദാറ്റ് പ്രൂവ്സ് ഈ എൻജിൻ ഒരു ഇൻ്റർനാഷണലി ഭയങ്കര ഒരു ഇപ്പോൾ എന്താ പറയുക, ഒരു കൾട്ട് ഫോളോയിങ് ഉള്ളൊരു എൻജിനാണ് ഈ 1.9 TDI. ആൻഡ് ഇറ്റ്സ് നോൺ ടു ബി ഹാവിങ് എ റിയലി ലോങ് ലൈഫ് ആൻഡ് സൂപ്പർ റിലയബിൾ. ഇറ്റ്സ് വർക്കിംഗ്. എത്ര ജർമ്മൻ വണ്ടിക്ക് ഇപ്പോൾ അത് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് റിയലി ദാറ്റ്സ് എ റിയലി ബിഗ് ക്വസ്റ്റ്യൻ. ഒരു വർഷം പോയിട്ട് ഒരു മാസം പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ സാധാരണ ഇപ്പോഴത്തെ ജർമ്മൻ വണ്ടി സ്റ്റാർട്ടാവാത്തൊരു കാലമാണ്. അപ്പോൾ എന്തായാലും ഐ തിങ്ക് ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ് പ്രോജക്റ്റ്. ഡു ലെറ്റ് us know in the comment section what do you feel like and what should we do with this car. ആസ് ഓഫ് നൗ അങ്ങനെ പ്ലാനൊന്നും ആക്കിയിട്ടില്ല. എൻജിൻ സ്റ്റാർട്ടായില്ലെങ്കിൽ TDI സ്വാപ്പ് എന്ന് ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി. ഇനി എങ്ങനെ നമ്മൾ TDI സ്വാപ്പ് ചെയ്യുന്ന അറിയില്ല. ബട്ട് എനിവേസ് ഇതാണ് സിറ്റുവേഷൻ. പക്ഷേ അഗൈൻ ദ കാർ ഇസ് നോട്ട് ഇമാക്കുലേറ്റ്. ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് വർക്ക്. ലൈറ്റ്സ് ഒക്കെ പോയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ ബാക്കിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ബാക്കിൽ കോമ്പിക്ക് എക്സ്ക്ലൂസീവായിട്ട് വരുന്ന ഒരു വലിയ വിൻഷീൽഡാണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബ്രോക്കൺ. കൂടെ അണ്ടർ 100 കോമ്പീസ് ഹാവ് കം ടു ഇന്ത്യ. ആൻഡ് അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ യൂസ്ഡ് കിട്ടുമോ പാർട്സ് എന്ന് എനിക്കറിയില്ല. വിൽ ഹാവ് ടു സീ. പക്ഷേ എന്തായാലും ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോജക്റ്റ്. എല്ലാ സാധനവും മാറ്റേണ്ടി വരും 1 by 1. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ I think I'll turn off the engine. It's not the quietest unit around, so ഒന്നുകൂടെ സ്റ്റാർട്ടാവുമെന്ന് നോക്കാം അല്ലേ. യെസ്, no smoke. So looks like the engine is healthy. അപ്പോൾ ഇതിനൊരു സിസ്റ്റമാറ്റിക് റെസ്റ്റോറേഷൻ അപ്രോച്ച്. കോസ്മെറ്റിക്സ് വൈൽ ദേ ലുക്ക് ലൈക്ക് ഗാർബേജ് നൗ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഏതൊരു റെസ്റ്റോറേഷൻ തുടങ്ങുമ്പോഴും ആദ്യം തുടങ്ങേണ്ടത് മെക്കാനിക്കൽസിലാണ്. ആൻഡ് ജനറലി ഐ ഡു ഒരു താഴത്തുനിന്ന് മുകളിലേക്കുള്ള ഇതാണ് തുടങ്ങുന്നത്. സോ ഈ വണ്ടി തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ബ്രേക്കില്ല എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ആർ ഗോണ ഡു ഇസ് ദ ബ്രേക്സ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം. ഹാൻഡ് ബ്രേക്കും വർക്ക് ചെയ്യണില്ല, മെയിൻ ബ്രേക്കും വർക്ക് ചെയ്യണില്ല. മെയിൻ ബ്രേക്ക് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു വിൽ ബി ദ മാസ്റ്റർ സിലിണ്ടർ ബിക്കോസ് ദ പെഡൽ ഇസ് ഗോയിങ് ഇൻ കംപ്ലീറ്റ്ലി. ഹാൻഡ് ബ്രേക്ക് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും. ലൈനേഴ്സ് എല്ലാം ചെക്ക് ചെയ്യണം. റോട്ടേഴ്സ്, പാഡ്സ്, ഡിസ്ക്സ് എല്ലാ സാധനവും കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ബ്രേക്ക് റെഡിയാക്കുക എന്നുള്ളതാണ് കാര്യം. ബ്രേക്ക് റെഡി ആയി കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് റണ്ണിങ് കാർ. അപ്പോൾ അത് ചെയ്യണം. സർപ്രൈസിങ് പാർട്ട് ഇസ് ദ പേപ്പേഴ്സ് ആർ സ്റ്റിൽ വാലിഡ്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇൻഷുറൻസ് മാത്രം എടുത്താൽ മതി. അത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സ്ട്രീറ്റ് ലീഗൽ. അപ്പോൾ അങ്ങനെ ബ്രേക്സ് ചെയ്യാം. ബ്രേക്സ് കഴിഞ്ഞിട്ട് സസ്പെൻഷൻ നോക്കണം. സസ്പെൻഷൻ ഓടിച്ച് നോക്കിയിട്ടില്ല. സോ വി ഡോണ്ട് നോ ഇഫ് ദർ ഇസ് എനി വർക്ക് ഓൺ ദ സസ്പെൻഷൻ ചെയ്യണം. അതേപോലെ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ സർവീസ്. ദാറ്റ് ഈസ് ഓൾ യുവർ ഫ്ലൂയിഡ്സ്, എഞ്ചിൻ ഓയിൽ, ഗിയർ ബോക്സ് ഓയിൽ, കൂളൻറ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് എല്ലാ സാധനങ്ങളും മാറുകയാണ്. ആൻഡ് എല്ലാ ബെൽറ്റുകളും മാറാം. സോ ഓൾ യുവർ ബെൽറ്റ്സ് ആൻഡ് ഈ ജർമ്മൻ വണ്ടികൾ എസ്പെഷ്യലി ടൈമിംഗ് ബെൽറ്റ് ആൻഡ് വാട്ടർ പമ്പ്, ഈ രണ്ട് സാധനങ്ങൾ വെരി ക്രിട്ടിക്കൽ. എനിക്കിതിൻ്റെ ഒരു ഹിസ്റ്ററി ഇല്ല. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ബീൻ ചേഞ്ച്ഡ് ഓർ നോട്ട്. എന്ത് ടൈപ്പ് യൂസേജാണ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത് ഒന്നും നമുക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇത് ആഷിക്ക് കുറച്ച് യൂസ് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും വി തോട്ട് വിൽ ഡു ദ പ്രോപ്പർ മെക്കാനിക്കൽ ജോബ് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ വാട്ടർ പമ്പും സാധനങ്ങളും എല്ലാം മാറ്റിയിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ എങ്ങനെ ഇരിക്കണേ അപ്പോൾ ഇതാണ് അവൻ്റെ ഉദ്ദേശം. പക്ഷേ ലഡാക്കി കൊണ്ടുപോകണമെങ്കിൽ ഐ തിങ്ക് വിൽ നീഡ് മോർ ഹാർഡ്വെയർ അല്ലേ. അപ്പോൾ എന്തായാലും നോക്കട്ടെ. സോ വിൽ ജസ്റ്റ് ഗെറ്റ് ഡൗൺ ടു ദ ബേസിക് മെക്കാനിക്കൽസ് ഫസ്റ്റ്. പിന്നെ ഇലക്ട്രിക്കൽസൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണം. കാര്യം കുറച്ച് വയറൊക്കെ അങ്ങനെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ ഫ്രണ്ടിൽ LED ലൈറ്റൊക്കെ എടുത്ത് കളയണം. വി ഹവ് ടു ഗെറ്റ് ഓൾ ദ ലൈറ്റ്സ് വർക്കിംഗ്. ദ സൺ റൂഫ് അടയ്ക്കണം. അതിനിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് എനിവേസ് അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതെല്ലാം ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. സ്റ്റിയറിംഗ് സീംസ് ടു ബി വർക്കിംഗ് ഫൈൻ. പവർ സ്റ്റിയറിംഗിൻ്റെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. പിന്നെ ഒക്ടാവിയയുടെയും ഈ VAG കാസിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കൂടപ്പുറപ്പായ ഡോർ ലോക്കിൻ്റെ ഇഷ്യൂ, പവർ വിൻഡോൻ്റെ ഇഷ്യൂ, അത് ഇതിന് 2 ഡോറിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒന്ന് സോർട്ട് ചെയ്യണം. മിക്കവാറും മോഡ്യൂളായിരിക്കും. നോട്ട് ടു എക്സ്പെൻസീവ് ടു ഫിക്സ്. അപ്പോൾ അതും ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ദെൻ വിൽ ഗെറ്റ് ഓൺ ടു ദി ഇൻറ്റീരിയേഴ്സ്. ഇൻറ്റീരിയർ സ്റ്റോക്കാണ്. LNKക്ക് വന്നിട്ടുള്ള ബ്ലാക്ക് ലെതർ സീറ്റ്സും കാര്യങ്ങളാണ്. സീറ്റ് കുറച്ച് കീറിയിട്ടുണ്ട്. ബേസിക്കലി സാധനങ്ങൾ വെച്ച് കീറിയതാണ്. കഷ്ടം. ഇറ്റ്സ് വെരി സാഡ്. പക്ഷേ എന്തായാലും
സീറ്റ്സ് വിൽ ഹാവ് ടു റീഡു ആൻഡ് കുറച്ച് ഹെഡ് യൂണിറ്റ് ഇസ് മിസ്സിങ്, ഒറിജിനൽ ഹെഡ് യൂണിറ്റ് അല്ല. അപ്പോൾ എന്തായാലും അതൊരു മോഡേൺ ഹെഡ് യൂണിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ആൻഡ് ദെൻ വിൽ ഗെറ്റ് ഡൗൺ ടു ദ കോസ്മെറ്റിക്സ്. സോ കോസ്മെറ്റിക്സിന് വി ഹാവ് ബിഗ് പ്ലാൻസ്. അപ്പോൾ അത് എഗെയിൻ ഇറ്റ്സ് ഓൾ വിത്ത് വ്യൂവേഴ്സ് ഫീഡ്ബാക്ക് നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമുക്ക് റാപ്പപ്പ് ചെയ്യാം. ഇറ്റ്സ് എ ക്വിക്ക് അപ്ഡേറ്റ് എന്ത് സംഭവിച്ചു എന്നുള്ളത്. കൂടുതലൊന്നും ഇനി പ്ലാൻ ചെയ്ത് വൺ ബൈ വൺ നമ്മൾ സാധനങ്ങൾ അഴിക്കുമ്പോൾ ഡു യു വോണ്ട് ടു സീ ദ പ്രോജക്റ്റ് ഇൻ ഡീറ്റെയിൽ ആസ് ഇൻ ഈച്ച് ആൻഡ് എവറി ബിറ്റ് കാണണോ, അതോ കുറച്ചായി കഴിഞ്ഞിട്ട് ഒറ്റടി അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. ഈ വണ്ടിയെക്കുറിച്ചിട്ടും ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ എന്തായാലും വിഷിംഗ് ദിസ് കാർ ഓൾ ദ ബെസ്റ്റ് ഫോർ ഇറ്റ്സ് ന്യൂ ലൈഫ് ആൻഡ് വിൽ സീ വാട്ട് വി ക്യാൻ ഡു. സ്മോൾ അപ്ഡേറ്റ് ഗൈസ്, സൺറൂഫ് അടഞ്ഞു. 2 തട്ട് 2 മുട്ട്, ജർമ്മനിൽ കുറച്ച് പ്രാർത്ഥന, സാധനം അടഞ്ഞു. എന്തായാലും പിന്നെ വെള്ളം കയറില്ല. ആൻഡ് വിൽ ഗെറ്റ് ബാക്ക് വിത്ത് ദ പ്രോജക്റ്റ് വെരി സൂൺ. ബൈ.